CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വനിതാ സംവരണ ബില്ലിനെതിരെ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് സ്ത്രീവിരുദ്ധമാണെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കൾ പ്രതിപക്ഷത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത്. മലപ്പുറം നഗരസഭാ പരിധിയിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മലപ്പുറം നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ ഉപരോധിച്ചു. പമ്പിങ്ങിലെ അപാകതകൾ മൂലം നഗരസഭയിലെ വിവിധ വാർഡുകളിൽ ദിവസങ്ങളായി ജലവിതരണം തടസ്സപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധം. ഭർത്താവ് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയ യുവതി ചികിത്സയിലിരിക്കെ മരിച്ചു. അരക്കുപറമ്പ് സ്വദേശിനി ചേരിക്കല്ലൻ ഷഫ്നിയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അരക്കുപറമ്പ് ഇബ്രാഹിം പടി ചേരിക്കല്ലൻ മുൻഷാദിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് വിവാദ പ്രസ്താവനകളുമായി മണ്ണാർക്കാട്ടെ NDA സ്ഥാനാർത്ഥി ഐസക് വർഗീസ്. ടാറ്റ കാണിച്ചപ്പോൾ തിരിച്ചു അവഗണിച്ചുവെന്നും അതിനാൽ മുസ്ലിം വീടുകളിൽ കയറി വോട്ട് ചോദിക്കില്ലെന്ന് താൻ തീരുമാനമെടുത്തതായും ഐസക് വർഗീസ് പറഞ്ഞു. മണ്ണാർക്കാട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു NDA സ്ഥാനാർത്ഥി. ഈ പ്രാവശ്യത്തെ ഇലക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കഥകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കഴിഞ്ഞു പോയ കഥകളെല്ലാം എല്ലാവർക്കും അറിയാം. കൃത്യമായിട്ട് സീറ്റ് ചോദിക്കാത്ത എന്താണ് ഏതാണൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തതാണ്. ആ വിഷയത്തിൽ ഞാൻ കടക്കുന്നില്ല. ഞാൻ ഈ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഇത് മതപരമായിട്ടോ മറ്റുള്ള ഒരു അർത്ഥത്തിലല്ല പറയുന്നത്, എൻ്റെ നിലപാടാണ് പറയുന്നത്. ഞാൻ ഒറ്റ മുസ്ലിം വീടുകളിൽ കയറി വോട്ട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് NDA സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. NDA സ്ഥാനാർത്ഥി ആയതുകൊണ്ടല്ല ഞാൻ ചോദിക്കാതിരുന്നത്. എന്നും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഭാഗം, നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കാത്ത മറ്റൊരു വിഭാഗം, ആ വിഭാഗത്തിൽപ്പെട്ട വിഭാഗം. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരിക്കലും അവരോട് വോട്ട് ചോദിച്ച് എനിക്ക് വോട്ട് വേണ്ട എന്നുള്ള നിലപാട് ആദ്യം മുതലെടുത്തിരുന്നു. ഈ മണ്ണാർക്കാട് നിയമമണ്ഡലത്തിലെ ഒരു മുസ്ലിം വീടുകളിൽ പോയിട്ടും മതപരമായിട്ടല്ല, ഞാൻ വ്യക്തിപരമായിട്ടും ചോദിച്ചിട്ടില്ല. എങ്കിലും എന്നെ അലനല്ലൂരും മറ്റു പല ഭാഗങ്ങളിലും എൻ്റെ ബിസിനസ് പാർട്ട്ണർമാരായ കുടുംബങ്ങളും എൻ്റെ മുസ്ലിം ഫാമിലിയിൽപ്പെട്ട കുടുംബങ്ങളും എൻ്റെ പല ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യുന്നവരും എൻ്റെ ഭാര്യയുടെ കൂടെ വൈഫിൻ്റെ കൂടെ ജോലി ചെയ്തവരുമായ പലരും അലനല്ലൂർ കുമരമ്പത്തൂരൊക്കെ ഉണ്ട്. ആ ഫാമിലികളിലെ മുസ്ലിം വോട്ടുകളെല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവരോടും ഞാൻ നേരിട്ട് വോട്ട് ചോദിച്ചിട്ടില്ല. എൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് ആ ഒരു വോട്ടുമായി ബന്ധപ്പെട്ട എൻ്റെ നിലപാട്. അപ്പൊ നിങ്ങൾക്ക് എന്തിനാണ് ഈ നിലപാടെടുത്തത് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഈ നിലപാടെടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഇവിടത്തെ ഈ രാജ്യത്ത് എന്ത് സംഭവിച്ചാലും ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ എന്തെങ്കിലും അട്ടിമറിയോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അത് ക്രിസ്ത്യൻ സമൂഹത്തിനും അതേപോലെ സംഭവിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് മുസ്ലിം ക്രിസ്ത്യനും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ, വോട്ട് ചോദിക്കാൻ ചെന്നാൽ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല, ചിലർ വാലടച്ചു പോവും, ചിലർ മുഖം കറുപ്പിക്കും, പലതും സംഭവിക്കാം. അപ്പൊ അങ്ങനെ ഫേസ് കാണണ്ട എന്നുള്ള ദൃഢമായ തീരുമാനത്താണ് അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ മത്സരത്തെ കുറിച്ചാണ്. കൃത്യമായ കണക്ക് എൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് എനിക്ക് ലഭിക്കേണ്ടതായ കണക്കുകളെ കുറിച്ച് എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ആ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ സാധ്യയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി പല കാര്യങ്ങളും നടത്തി ഈ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടാണ് നമ്മുടെ LDF സ്ഥാനാർത്ഥി മനസ്സിൽ അബൂബക്കർ. അദ്ദേഹം നമ്മുടെ കേരളത്തെ കുറിച്ച് പഠിച്ചിട്ടാണോ അറിയാതെയാണോ അറിയില്ല, പണം കൊണ്ട് എല്ലാം നേടാം എന്നുള്ള ചിന്ത അദ്ദേഹത്തിനോ തെറ്റിദ്ധരിപ്പിച്ചാണോ അതോ ഇനി അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ എന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കാൻ ഞങ്ങൾ ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിനോടിയ വണ്ടികൾ, അദ്ദേഹം കൊടുത്ത കണക്കുകൾ, അദ്ദേഹം വെച്ച ഫ്ലക്സുകൾ എല്ലാറ്റിൻ്റെയും ഞങ്ങൾക്ക് വന്നിട്ടുള്ള കൊട്ടേഷനും അദ്ദേഹവുമായിട്ടുള്ള കൊട്ടേഷനും കൂടി പരിശോധിച്ച് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.
അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നിലവിലെ MLA ആണ്. നിലവിലെ MLA 3 ടൈം ഇവിടെ ഭരിച്ച സമയത്ത് ഏതെല്ലാം വർക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ PWDയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തലത്തിൽ ബന്ധപ്പെട്ട് ഏതെല്ലാം നമ്മുടെ പാലത്തിന്റെ പണിയായാലും നമ്മുടെ അട്ടപ്പാടിയിലത്തെ പാലമായാലും എന്തെല്ലാം വർക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതെല്ലാം ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടണമെന്നുള്ളതും ഞങ്ങളുടെ നിലപാടാണ്. അതിന്റെ ഭാഗമായിട്ട് അതും ഞങ്ങൾ വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ 2 കാര്യമാണ് അതുമായി നമുക്ക് പറയാനുള്ളത്. CCN മണ്ണാർക്കാട്. മലപ്പുറം നഗരസഭാ പരിധിയിൽ അനുഭവപ്പെട്ട രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മലപ്പുറം നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ ഉപരോധിച്ചു. പമ്പിംഗിലെ അപാകതകൾ മൂലം നഗരസഭയിലെ വിവിധ വാർഡുകളിൽ ദിവസങ്ങളായി ജലവിതരണം തടസ്സപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധം. കുടിവെള്ള വിതരണ സംവിധാനത്തിലെ സാങ്കേതിക തകരാറുകൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് ഭരണസമിതി ആവശ്യപ്പെട്ടു. പമ്പിംഗ് താളം തെറ്റുന്നത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ശുദ്ധജലം കൃത്യസമയത്ത് ലഭ്യമാക്കാൻ സ്ഥിരമായ സംവിധാനം ഏർപ്പെടുത്തണമെന്നും വാട്ടർ അതോറിറ്റി കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണമെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിച്ചത്. എന്നാൽ വരും ദിവസങ്ങളിൽ കൃത്യമായ പരിഹാര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഭരണസമിതി മുന്നറിയിപ്പ് നൽകി. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനീഷ, വൈസ് ചെയർപേഴ്സൺ ജിതേഷ് ജി അനിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഹാരിസ് ആമിയൻ, പരി അബ്ദുൽ മജീദ്, സമീറ മുസ്തഫ, ആബിദ എന്നിവരും മറ്റ് കൗൺസിലർമാരും സമരത്തിന് നേതൃത്വം നൽകി. CCN മലപ്പുറം. ഭർത്താവ് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയ യുവതി ചികിത്സയിലിരിക്കെ മരിച്ചു. അരക്കുപറമ്പ് സ്വദേശിനി ചേരിക്കല്ലൻ ഷഫ്നയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അരക്കുപറമ്പ് ഇബ്രാഹിം പടി ചേരിക്കല്ലൻ മുൻഷാദിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12:30ഓടെയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. ഷഫ്നയെ മുൻഷാദ് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെരിന്തൽമണ്ണ CI സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. CCN പെരിന്തൽമണ്ണ. വനിതാ സംവരണ ബില്ലിനെതിരെ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് സ്ത്രീവിരുദ്ധമാണെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കൾ പ്രതിപക്ഷത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത്. ഒരു MP-ക്ക് ഒരു സംസ്ഥാനത്തിന് പോലും അവരുടെ നിലവിലുള്ള പ്രാതിനിധ്യം കുറയുകയുമില്ല. എന്നാൽ ജനസംഖ്യ ആനുപാതികമായി 10% അതിന്റെ ഇപ്പൊ നിലവിലുള്ള MP-മാരുടെ 50% ഉയർത്തി കേരളം എന്ന കേരളത്തിന് 20 MP-മാർ എന്നുള്ളത് 30 ആവുകയും കൂടാതെ അതുപോലെ നമ്മുടെ സദേൺ സ്റ്റേറ്റുകൾ, നമ്മുടെ കർണാടക, ദക്ഷിണ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ആനുപാതികമായി ഇപ്പോഴുള്ളതിന്റെ 50% കൂടുതൽ സീറ്റുകൾ നൽകാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സത്യം മറച്ചു പിടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ വോട്ട് ലഭിക്കുവാനും അതിലൂടെ തുടർഭരണത്തിൽ കയറുവാനും ഇത്തരത്തിലൊരു നിയമനിർമ്മാണം, ഇത്തരത്തിലൊരു അമെൻമെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപിച്ചത്. നയനിർമ്മാണത്തിൽ സ്ത്രീകൾക്ക് പങ്കു നൽകുന്നത് അവരുടെ അവകാശമാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിന് വിരുദ്ധമായാണ് പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത്. ഏപ്രിൽ 16, 17 തീയതികളിൽ പാർലമെന്റിൽ നടന്ന ചർച്ചകളിൽ കോൺഗ്രസ്, CPM, TMC, DMK, സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടികൾ സ്ത്രീകളെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടിന്റെ കരുത്തിലൂടെ സ്ത്രീകൾ ഇത്തരം പാർട്ടികളെ രാഷ്ട്രീയത്തിന്റെ അരികിലേക്ക് തള്ളിക്കളയുമെന്ന് BJP നേതാക്കൾ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി മണ്ഡല പുനർനിർണയം, അതായത് മണ്ഡലത്തിന്റെ അതിർത്തി പുനർനിർണയിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ സീറ്റുകൾ കുറയാനും വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലേക്ക് ജനസംഖ്യയുടെ ആനുപാതികമായിട്ട് സീറ്റുകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാജി വളരെ വ്യക്തമായി എല്ലാ സ്റ്റേറ്റിനും
50% സീറ്റ് വർധനവ് അവരത് പ്രഖ്യാപിച്ചത്. പക്ഷെ അത് മനസ്സിലാക്കാൻ നിൽക്കാതെ ഈ രാജ്യത്തിലുള്ള ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ വിജയം എന്നുള്ള രീതിയിൽ ഇത് ആഘോഷിക്കുക മാത്രമാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനുള്ള ഒരു തിരിച്ചടി ഈ വരും കാലങ്ങളിൽ നമുക്ക് ഏറ്റവും അധികം അത് ബാധിക്കാൻ പോകുന്നത് കേരളം പോലുള്ള ചെറിയ സംസ്ഥാനങ്ങളെയാണ്. ഡിലിമിറ്റേഷൻ ഒരു ഭരണഘടനാ ബാധ്യതയാണെന്നും ഇത് ദക്ഷിണേന്ത്യക്ക് ദോഷകരമാകുമെന്ന പ്രചാരണം തെറ്റാണെന്നും നേതാക്കൾ വ്യക്തമാക്കി. അമിത്ഷാ പാർലമെന്റിൽ വ്യക്തമാക്കിയതുപോലെ ദക്ഷിണ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം സംരക്ഷിക്കപ്പെടുകയും വർദ്ധിക്കുകയും ചെയ്യും. സമാജ്വാദി പാർട്ടി മതാടിസ്ഥാനത്തിലുള്ള സംവരണം ആവശ്യപ്പെടുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും BJP ആരോപിച്ചു. CCN കടമ്പഴിപ്പുറം. പാചകവാതകക്ഷാമം രൂക്ഷമായതോടെ ഗ്രാമപ്രദേശങ്ങളിലെ ചെറുകിട ഹോട്ടലുകളും ചായക്കടകളും കടുത്ത പ്രതിസന്ധിയിലായി. ഗ്യാസ് ലഭ്യത കുറഞ്ഞതോടെ പലയിടത്തും കടകൾ അടച്ചിടുകയോ പ്രവർത്തന സമയം വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യുകയാണ്. ആലിപ്പറമ്പ്, ചോരാണ്ടി തുടങ്ങിയ പ്രദേശങ്ങളിലെ സാധാരണക്കാരുടെ ആശ്രയമായ പല ചായക്കടകളും ഇപ്പോൾ നിലച്ച അവസ്ഥയിലാണ്. ചോരാണ്ടിയിൽ കഴിഞ്ഞ 4 വർഷമായി ചായക്കട നടത്തുന്ന വാളയിൽ കാട്ടേക്കാടൻ യൂസഫിന്റെ കട ഇതിനൊരു ഉദാഹരണമാണ്. പൊറോട്ടയും ചായയും എണ്ണക്കടികളുമായി സജീവമായിരുന്ന കടയിൽ പാചകവാതകം കിട്ടാതായതോടെ എണ്ണക്കടികൾ ആദ്യം നിർത്തി. വീട്ടിലെ സിലിണ്ടർ ഉപയോഗിച്ച് ചായ അടിക്കൽ തുടർന്നെങ്കിലും അതും തീർന്നതോടെ ഇപ്പോൾ ചായ വിതരണവും നിർത്തിവെക്കേണ്ടി വന്നു. നിലവിൽ വിറകടുപ്പ് ഉപയോഗിച്ച് പൊറോട്ട മാത്രമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. 4 വർഷത്തിനിടെ ഇത്തരമൊരു പ്രതിസന്ധി ആദ്യമാണെന്ന് യൂസഫ് പറയുന്നു. ഗ്യാസ് ക്ഷാമം മുതലെടുത്ത് വലിയ സിലിണ്ടറുകൾ കരിഞ്ചന്തയിൽ 3000 മുതൽ 4000 രൂപ വരെ വാങ്ങിയാണ് പലരും ഉപയോഗിക്കുന്നത്. എന്നാൽ ചെറുകിട കച്ചവടക്കാർക്ക് ഈ വില നൽകി സിലിണ്ടർ വാങ്ങിയാൽ ലാഭകരമാകില്ല. സ്ഥിരം ഉപഭോക്താക്കൾ വരുന്ന കടയായതിനാൽ ചായയുടെയോ പലഹാരങ്ങളുടെയോ വില വർദ്ധിപ്പിക്കാനും ഇവർക്ക് സാധിക്കുന്നില്ല. നമ്മളെ ബിസിനസ് നിൽക്കാൻ പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ പെട്രോൾ കിട്ടാനില്ല, പിന്നെ മണ്ണെണ്ണ കിട്ടാനില്ല, ഗ്യാസ് ഇല്ല. അപ്പോൾ ഈ പൊറാട്ട മാത്രം കൊണ്ട് മുന്നോട്ട് പോകണില്ല. അപ്പോൾ നിർത്തുകയാണ്. എല്ലാ ബിസിനസ് ഹോട്ടൽക്കാരും നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെന്തെങ്കിലും തീരുമാനം നമുക്ക് എത്തോളം നിർത്തിയല്ല രസമല്ല. അങ്ങനെ ഇതിപ്പോൾ ഉൾനാടാണ്, ഒരു ഗ്രാമമാണ്. അവിടെ ഒരുപാട് ആൾക്കാർ രാവിലെയും വൈകുന്നേരം ചായക്ക് വരും. പക്ഷേ ചായ കൊടുക്കാൻ നിർവാഹമല്ല. ഈ വിറക് കത്തിച്ച് പൊറാട്ട മാത്രമേ ഉള്ളൂ. ചായ ഉണ്ടാക്കാൻ ഒരു രസീല, മണ്ണെണ്ണ കിട്ടാനില്ല, ഗ്യാസ് കിട്ടാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഒരു ലേശം ഗ്യാസ് വീട്ടിൽ ബാലൻസ് ഉണ്ടായിരുന്നുകൊണ്ട് 1 ദിവസം 2 ദിവസം അങ്ങനെ പോയി. അതിപ്പോൾ നിന്നിരിക്കുകയാണ്. സാധനം മുന്നോട്ട് പോകാൻ രക്ഷയില്ല. ഗ്യാസ് പ്രതിസന്ധി വിറകിന്റെ വിലയെയും ബാധിച്ചിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് 2500 രൂപയായിരുന്ന ഒരു ഗുഡ്സ് ഓട്ടോ വിറകിന് ഇപ്പോൾ 3000 രൂപയാണ് ഈടാക്കുന്നത്. പ്രതിസന്ധി ഇതേപോലെ തുടരുകയാണെങ്കിൽ കരിങ്കലത്താണി ടൗണിലെയും പരിസരത്തെയും കൂടുതൽ ഹോട്ടലുകൾ അനിശ്ചിതമായി പൂട്ടേണ്ടി വരുമെന്ന് വ്യാപാരികൾ ആശങ്കപ്പെടുന്നു. CCN ചത്തല്ലൂർ. ഏവിയേഷൻ മേഖലയിലെ പ്രമുഖ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനമായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ പെരിന്തൽമണ്ണ സെന്ററിലെ 2023-26 ഡിഗ്രി വിത്ത് അയാട്ട ബാച്ചിന്റെ കോൺവെക്കേഷൻ സെറിമണി പ്രൗഢഗംഭീരമായി നടന്നു. വിഷൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജനറൽ മാനേജർ K. രാജീവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഡിഗ്രിയോടൊപ്പം തൊഴിലും എന്ന ആശയവുമായി ഏവിയേഷൻ പഠനരംഗത്ത് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ പെരിന്തൽമണ്ണ സെന്ററിലെ 2023-26 ഡിഗ്രി വിത്ത് അയാട്ട ബാച്ചിന്റെ കോൺവെക്കേഷൻ സെറിമണിയാണ് നടന്നത്. പെരിന്തൽമണ്ണ സെന്റർ ഹെഡ് മെഹർ സാക്കിർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. Then we have this. Okay, done.
തുടർന്ന് നടന്ന ബിരുദദാന ചടങ്ങിൽ കോഴിക്കോട് സെന്റർ ഹെഡ് സാജിദ് ബാബു, പ്ലേസ്മെന്റ് ഹെഡ് KA സിച്ചിൽ, HR മാനേജർ പ്രദീപ്, ഫിനാൻസ് മാനേജർ മുഹമ്മദ് മുസ്തഫ എന്നിവർ ബിരുദങ്ങൾ സമ്മാനിച്ചു. അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഷഫീഖ് സ്വാഗതവും ഫാക്കൽറ്റി മെമ്പർ രമേശ് നന്ദിയും പറഞ്ഞു. ഏവിയേഷൻ മേഖലയിൽ കരിയർ ആഗ്രഹിക്കുന്ന +2 ഡിഗ്രി കഴിഞ്ഞവർക്കായി പുതിയ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു. വിഷൻ പെരിന്തൽമണ്ണയുടെ 11ാം കോൺവൊക്കേഷൻ നടക്കുകയാണ്. 11ാമത്തെ ഡിഗ്രി ബാച്ച് ഇന്ന് പുറത്തിറങ്ങുകയാണ്. ഏകദേശം 62ഓളം കുട്ടികളുണ്ട്. BBA, BCom, ബാച്ചിലർ. അപ്പോൾ ഞങ്ങൾക്ക് ടോട്ടൽ അലുമിനീസ് ഉള്ള 18,500ഓളം കുട്ടികൾ വിഷനിൽ ഇപ്പോൾ 18 വർഷം കൊണ്ട് പഠിച്ചിറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ഈ 2023-26 ബാച്ചിലെ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേടുന്നു. ഇനി അവരുടെ ജോലി, എയർപോർട്ട് ട്രെയിനിങ്, ജോലി, ഫ്ലൈയിങ് ഇൻറ്റേൺഷിപ്പ് ആസ് വെൽ ആസ് അവരുടെ പ്ലേസ്മെൻറ്റിൻ്റെ സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു 2 മെഗാ പ്ലേസ്മെൻറ്റ്സ് ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ എല്ലാ കുട്ടികളെയും ജോലി കിട്ടിയിട്ട് നമുക്ക് എയർപോർട്ടിൽ കാണാൻ ഞങ്ങൾക്ക് ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ഒപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഈ കുട്ടികൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡിഗ്രി ബാച്ചാണ് ഇപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണയിൽ നടന്നിട്ടുള്ളത്. ഡിഗ്രി ബാച്ച് അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഒരു ബാച്ചാണ്. അപ്പോൾ അവർ എല്ലാവരും പ്ലേസ് ആയി കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് വരും മാസങ്ങളിൽ നടക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വിശ്വാസമാണ്. താങ്ക് യു. പെരിന്തൽമണ്ണയ്ക്ക് പുറമെ കോഴിക്കോട്, തൃശൂർ, എറണാകുളം, തിരുവനന്തപുരം സെന്ററുകളിലും അഡ്മിഷൻ ലഭ്യമാണ്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വനിതാ സംവരണ ബില്ലിനെതിരെ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് സ്ത്രീവിരുദ്ധമാണെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കൾ പ്രതിപക്ഷത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത്. മലപ്പുറം നഗരസഭാ പരിധിയിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മലപ്പുറം നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ ഉപരോധിച്ചു. പമ്പിങ്ങിലെ അപാകതകൾ മൂലം നഗരസഭയിലെ വിവിധ വാർഡുകളിൽ ദിവസങ്ങളായി ജലവിതരണം തടസ്സപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധം. ഭർത്താവ് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയ യുവതി ചികിത്സയിലിരിക്കെ മരിച്ചു. അരക്കുപറമ്പ് സ്വദേശിനി ചേരിക്കല്ലൻ ഷഫ്നിയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അരക്കുപറമ്പ് ഇബ്രാഹിം പടി ചേരിക്കല്ലൻ മുൻഷാദിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.